ഹലോ വെൽക്കം ബാക്ക് ടു ഡേ 3 ലങ്കാവി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ടോസ്റ്റ് അതുപോലെ തന്നെ എഗ്ഗ് സോസേജൊക്കെയാണ്. ഇന്ന് മെയിനായിട്ട് 2 അട്രാക്ഷൻസാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 6 മണി വരെയൊക്കെ ടൈമുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് അട്രാക്ഷൻ നമ്മൾ ഐലൻഡ് ഹോപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐലൻഡ് ഹോപ്പിൻ്റെ ടിക്കറ്റ് നമ്മൾ തലേ ദിവസം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഷെയർ ബോട്ട് രാവിലെ മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ബോട്ടിന് ഷെയർ ബോട്ടിനേക്കാളും കൂടുതലാണ് റേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിൽ കയറി സ്വിമ്മിങ്ങിനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ കയ്യിൽ കരുതണം. ഒരുപാട് സ്പോട്ട്സ് ഉണ്ട് സ്വിമ്മ് ചെയ്യാനൊക്കെ ആയിട്ട്. ഫുൾ കടലിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇതും മാംഗ്ലൂർ ടൂർ പോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് വിസിറ്റ് സ്പോട്ട് എന്ന് തന്നെ പറയാം. നല്ല തിരകളൊക്കെ വരുമ്പോൾ ബോട്ട് ഭയങ്കരമായിട്ട് ഷെയ്ക്കാവും. അപ്പോൾ നമ്മളൊക്കെ നന്നായി പേടിക്കും. സ്പീഡ് ബോട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കടലിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. ഇതാണ് ഒരു ഐലൻഡ്. ഇവിടെ നമുക്ക് 1 മണിക്കൂറൊക്കെ ടൈം തരും. ഇവിടെ നമുക്ക് സ്വിമ്മിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ക്ലീനാണ്, പക്ഷെ എന്നാലും ഭയങ്കരമായി ക്ലീൻ എന്ന് പറഞ്ഞുകൂടാ. ഞങ്ങൾ സ്വിമ്മിങ് ഒന്നും ചെയ്തില്ല, ഇവിടെ ഇരുന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തു. ആൻഡമാൻ സീയിലൂടെയാണ് യാത്ര ഫുൾ. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു കേട്ടോ ഈ യാത്ര. ഞങ്ങളുടെ പാക്കേജിൽ പിന്നെ ഫിഷ് ഫീഡിങ്, ഈഗിൾ വാച്ചിങ്, അങ്ങനെ കുറച്ച് അട്രാക്ഷൻസാണ് ഉണ്ടായിരുന്നത്. ഈഗിൾ വാച്ചിങ് നമ്മൾ മാംഗ്ലൂർ ടൂറിൽ ചെയ്ത പോലെ തന്നെയായിരുന്നു. കടലിൻ്റെ കുറേ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നും. പിന്നെ ഭയങ്കര സ്പീഡിലുമാണല്ലോ ബോട്ട് പോകുന്നത്. പക്ഷേ ലങ്കാവി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണിത്. ഇതാണ് വേറൊരു ഐലൻഡ്. ഇവിടെ നമുക്ക് അവർ 1 മണിക്കൂർ തരും. ദയാങ് പണ്ടിങ് ഐലൻഡാണിത്. ഇതിലൂടെ ടിക്കറ്റ് എടുത്ത് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അത് നടന്ന് വരുമ്പോഴേക്കും ഒരു 1/2-3 മണിക്കൂറാവും. പിന്നെ നമുക്ക് അവിടെ സ്വിമ്മിങ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ ടൈം ഉണ്ടായില്ല. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് സ്വിമ്മിങ് ഏരിയ. ഇവിടെ കയറൊക്കെ കെട്ടിയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പേര് സ്വിമ്മ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല പറ്റിയ പ്ലേസാണ്. നല്ല സീനിക് വ്യൂ ആണ്. നമ്മളിത് നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് ഇവർ പിക്ക് ചെയ്തതാണ്. എന്നിട്ട് അവിടെ തന്നെ ഡ്രോപ്പും ചെയ്യും. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് നടന്നു. അങ്ങനെയിപ്പം നമ്മൾ ഐലൻഡിൽ നിന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഈഗിൾ വാച്ചിങ് പോയിന്റിലേക്കാണ്. ഇത് നമ്മൾ മാംഗ്ലൂർ ടൂറിൽ കണ്ട പോലെ തന്നെയാണ്, പക്ഷേ സ്പോട്ട് വേറെ ആണെന്ന് മാത്രം. ഇവിടെ അവർ നമുക്കൊരു 10 മിനിറ്റൊക്കെ തരും. അങ്ങനെ ഈഗിൾ വ്യൂ കണ്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ പോകുമ്പോൾ ഉള്ളൊരു ഭംഗി അത് നമ്മൾ നേരിട്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. എത്ര പറഞ്ഞാലും അത് നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെ അത്രയും ഫീല് വരില്ല. ഇപ്പം നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തി. തിരിച്ച് ഹോട്ടലിലെത്തി ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. ലഗേജൊക്കെ കാറിൽ വെച്ചു. ഇനി ഒരു അട്രാക്ഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ള ടൈമായി. പിന്നെ കാറും റിട്ടേൺ ചെയ്യണമല്ലോ, അപ്പോൾ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈഗിൾ സ്ക്വയർ പോയിന്റിലേക്കാണ്. ലങ്കാവിയുടെ മെയിൻ അട്രാക്ഷനിൽ ഒന്നാണിത്. ഇവിടേക്ക് എൻട്രി ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ്. വലിയൊരു ഈഗിളിൻ്റെ സ്റ്റാച്യു ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു വ്യൂ ആണ്. ഈ ഈഗിളിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര തിരക്കാണ്. ലങ്കാവി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. ഇനി ഇവിടെ അണ്ടർ വാട്ടർ വേൾഡ്, ഡ്രീം ഫോറസ്റ്റ് ഒക്കെയാണ് കാണാനുള്ളത്. അണ്ടർ വാട്ടർ അക്വേറിയം നമ്മൾ വേറെ സ്ഥലത്തു നിന്നൊക്കെ കണ്ടതുകൊണ്ട് അത് ഒഴിവാക്കിയതായിരുന്നു. പിന്നെ ഡ്രീം ഫോറസ്റ്റിന് നമുക്ക് ടൈമും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ജിയോ ഫോറസ്റ്റ് പാർക്കുകളൊക്കെ നമ്മൾ പോണ വഴിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫ്ലൈറ്റ് വഴി അല്ലാതെ ഫെറി വഴിയും കോലാലംപൂരിലേക്ക് പോവാം. പക്ഷെ അത് കുറച്ചുകൂടി ടൈം എടുക്കും. ആദ്യം ഞങ്ങൾ അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. ടൈം ഷോർട്ടേജ് കാരണം ഞങ്ങൾ പിന്നെ ആ പ്ലാൻ മാറ്റി. എന്നിട്ട് ഫ്ലൈറ്റ് തന്നെ ആക്കി. പിന്നെ ഷോപ്പിംഗ് ഏരിയാസ് നമ്മൾ അധികം പോയിട്ടില്ലായിരുന്നു. നമുക്ക് അതിന് ഒന്നാമത് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. കാറൊക്കെ റിട്ടേൺ ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 9:30 ആകുമ്പോൾ കോലാലംപൂർക്ക് ഫ്ലൈറ്റ് കയറുക. ഫ്ലൈറ്റിൽ 1 മണിക്കൂറാണ് കോലാലംപൂരിലെത്താൻ. അപ്പോൾ ഡിന്നർ എയർപോർട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചു.
അങ്ങനെ മലേഷ്യ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസം നമുക്ക് കോലാലംപൂരിൽ വെച്ച് കാണാം. ഇനി അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.